വെൽക്കം ടു ആസ്പിറൻസ് പെർസ്പെക്റ്റീവ് ഡെയിലി 10 UPSC PYQ അനാലിസിസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2014 GS ക്വസ്റ്റ്യൻ നമ്പർ 51 to 60 വരെയാണ് സോൾവ് ചെയ്തത്. ഇന്ന് നമ്മൾ 61 to 70 വരെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 61 എക്കണോമി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഡിക്രീസ്ഡ് ഇൻ ദ എക്കണോമി ഇറ്റ് വിൽ. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ആരും പോയി ബാങ്കിൽ പോയി സേവ് ചെയ്യൊന്നും ചെയ്യില്ല. അവർ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡേ ടു ഡേ ബേസിൽ മണി സ്പെൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യുക? സേവ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ മണി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡിക്രീസിങ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമി എന്ന് പറയുന്നത് തെറ്റാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ശരിയാണ്. വേറൊരു ലോജിക്ക് വെച്ച് ഈ ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റും. ഇത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരേ ഓപ്ഷനിൽ വന്നേക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഒന്നിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ എന്നുള്ളൊരു 50-50 ചാൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ഡിക്രീസിങ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമി, ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമി. ഒരിക്കലും കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ കുറയില്ല, അത് കൂടുതലായിരിക്കും ചെയ്യുക. സോ ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമിയാണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62 ക്വാളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ലക്ഷ്മികാന്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാ തെറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഏതാ റൈറ്റ് എന്നുള്ള സംഭവം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റ് ഷാൾ മേക്ക് റൂൾസ് ഫോർ മോർ കൺവീനിയന്റ് ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫോർ അലോക്കേഷൻ അമംഗ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സെഡ് ബിസിനസ്. ആർട്ടിക്കിൾ 77 that Indian Constitution includes conduct of business of government of India ആ ഒരു ക്ലോസിലൊക്കെ വരുന്ന സംഭവമാണ്. ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. All executive action of the government of India shall be expressed to be taken in the name of പ്രസിഡന്റ് തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ അല്ല. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ 1 ഓൺലി, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63 പോളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നോ കോൺഫിഡൻസ് മോഷൻ ഇൻ ഇന്ത്യ. ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദർ ഈസ് നോ മെൻഷൻ ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നോ കോൺഫിഡൻസ് മോഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് റൂൾ 198 ഓഫ് ലോക്സഭയിലാണ് നോ കോൺഫിഡൻസ് മോഷൻ അതിന്റെ പ്രൊസീജിയർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നോ കോൺഫിഡൻസ് മോഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. A motion of no confidence can be introduced in Lok Sabha only. ഈ ഓൺലി എന്ന് പറഞ്ഞ എക്സ്ട്രീം സംഭവം എന്ന് വെച്ച് ഈ സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. A motion of no confidence can be introduced only in Lok Sabha. ഒരു അത്യാവശ്യം ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ലോക്സഭയിലാണ് നോ കോൺഫിഡൻസ് മോഷൻ ഉള്ളത്, രാജ്യസഭയിൽ ഇല്ല. സോ 1 ഓൺലി ആണ്. സോ രണ്ടും ശരിയാണ്. ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Next question 64. With reference to neem tree, consider the following statement. Neem oil can be used as pesticide to control the proliferation of some species of insects and mites. ശരിയായിട്ടുള്ളൊരു ആൻസർ ആണ്, ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നീം ലീവ്സിന്റെ വേരിയസ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആന്റി വൈറൽ, ആന്റി പാരസൈറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി കാർസിനോജനിക്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സോ ഇമ്മ്യൂൺ അപ്രഗുലേഷൻ ഒക്കെ ഉണ്ട് നീം ട്രീ, നീം ഓയിലിനൊക്കെ. ആൻഡ് അടുത്ത സ്റ്റേറ്റ്മെന്റ്, നീം സീഡ്സ് ആർ യൂസ്ഡ് ഇൻ, നീം സീഡ്സ് ആണ് പറയുന്നത്, നോട്ട് നീം ഓയിൽ, ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ബയോഫ്യൂൽസ് ആൻഡ് ഹോസ്പിറ്റൽ ഡിറ്റർജൻസ്. കണ്ടാൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, സോ ഡിറ്റർജന്റ് ആയിട്ട് ഉപയോഗിക്കാന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ UPSC ആൻസർ കീയിൽ ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നീം ഓയിൽ ഹാസ് അപ്ലിക്കേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടും നീം ഓയിലിന് ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അത് യൂസ്ഫുൾ ആയിരിക്കും, അതിന് അപ്ലിക്കേഷൻസ് ഉണ്ടാവാം. സോ 1 and 3 ആണ് ആൻസർ. UPSC ആൻസർ കീഴിൽ 1 and 3 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 65. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ എന്ത് പ്രോസസ് ആണ് നടക്കുന്നത്? ഇതിന് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ റിലീസ് ചെയ്യാണ്. സോ അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്, ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ഗിവൺ ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. സോ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ ബി നോക്കിയാൽ ഫ്രീ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സ്റ്റോർഡ്. അറിയാം, ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലാന്റ്സ്.
ഫോട്ടോസിന്തസിസിൽ. അല്ലാതെ പൊട്ടൻഷ്യൽ എനർജി ടു ഈസ് റിലീസ്ഡ് ടു ഫോം ഫ്രീ എനർജി അങ്ങനെയല്ല. അവിടെ ഒരു ഗ്ലൂക്കോസ് സ്റ്റോറിങ് ആ ഒരു പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66, സയൻസ് ആൻഡ് ടെക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ അഡീഷൻ ടു ഫിംഗർ പ്രിന്റ് സ്കാനിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പേഴ്സൺ? ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഇന്നും ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ടു ദ പ്രിലിംസ് ഓഫ് 2025. ബിക്കോസ് ഇന്ന് UPSC ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ നടത്തണം. ഇത്രയും ഫ്രോഡ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇന്ന് ന്യൂസ് പേപ്പറിൽ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടായിരുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ്. സോ ഇതിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ബയോമെട്രിക് ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഫിംഗർ പ്രിന്റ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐറിസ് സ്കാനിങ് എന്താണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതൊരു ഫോം ഓഫ് ബയോമെട്രിക് ടെക്നോളജി തന്നെയാണ്. സോ ഐറിസ് സ്കാനിങ് പറ്റും, റെറ്റിനൽ സ്കാനിങ് പറ്റും. ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ ഓരോ മനുഷ്യന്മാരുടെ യുണീക്ക് പാറ്റേൺ ഓഫ് റെറ്റിന വെച്ച്, യുണീക് പാറ്റേൺ ഓഫ് പേഴ്സൺസ് റെറ്റിന വെച്ച് ഇതൊരു മാപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. വോയിസ് റെക്കഗ്നേഷനും അതുപോലെ ഫിംഗർ പ്രിന്റിംഗ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. സോ 1, 2, 3 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 67, ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നൊരു സംഭവമാണ് ആൻഡ് എല്ലാത്തവർക്കും കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് ദ പ്ലാന്റ്? ഈ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് തന്നെ വെജിറ്റേറ്റീവും അസെക്ഷലും ഒക്കെ ഉണ്ട്. അതിൽ ഈ അസെക്ഷൽ പാർട്ടിൽ വരുന്നതാണ് മെയിനായിട്ടും ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന ആ ഒരു സംഭവം, ക്ലോണിങ് ഒക്കെ അതിൽ വരുന്നതാണ്. അതിൽ ഈ അസെക്ഷൽ പാർട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പേഴ്സൺ ടു അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ടു അതർ പ്ലാന്റ് ആവുമ്പോൾ അവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഈ പ്ലാന്റ് ഒന്നില്ലെങ്കിൽ അതിനൊരു ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ചിട്ടായിരിക്കും അടുത്ത പ്ലാന്റ് ആയിട്ട്, അടുത്ത ചെറിയ പ്ലാന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ അങ്ങനെയല്ല. അവിടെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, പ്രോജനിക്ക് ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് അറിയുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്രൊഡ്യൂസ് ക്ലോണൽ പോപ്പുലേഷൻ. ക്ലോണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സംഭവം, അതുപോലെ തന്നെ വേരിയേഷൻ ഒന്നും ഇല്ലാത്ത സെയിം സംഭവം. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അവിടെ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് ദ വൈറസ്. ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെയും അസെക്ഷൽ റീപ്രൊഡക്ഷന്റെയും ഒക്കെ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. എന്താണോ അതിന്റെ ഫ്രാഗ്മെന്റ് ആയിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ രണ്ട് പാർട്ട് ഡിവൈഡ് ചെയ്ത്, ഫ്രാഗ്മെന്റേഷൻ ഒരു മെത്തേഡാണ്, അതിന്റെ രണ്ട് ഭാഗമായിട്ടായിരിക്കും മാറുന്നത്. അതിലെന്താണോ ഉള്ളത് ആ സംഭവങ്ങളുടെ എല്ലാം സെയിം ആയിരിക്കും പ്രോജനിയിലും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പാരന്റിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് ഓഫ്സ്പ്രിങ്ങിലും വൈറസ് ഉണ്ടാവും. സോ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ക്യാൻ ബി പ്രാക്ടീസ്ഡ് മോസ്റ്റ് ഓഫ് ദി ഇയർ. പ്രത്യേകിച്ച് അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ ഇയറും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 1 and 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 68, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? സ്പേസ് ക്രാഫ്റ്റും അതിന്റെ പർപ്പസും തന്നിട്ടുണ്ട്. കറക്റ്റ്ലി മാച്ച് ചെയ്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖസ്നി ഹുയിജൻ, അത് വീനസിലേക്കുള്ള സംഭവമായിരുന്നില്ല. സ്പേസ് പ്രോബ് ടു വിസിറ്റ് സാറ്റേൺ ആയിരുന്നു, നോട്ട് ടു ദ വീനസ്. ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2004 ആ ഒരു പ്രോബ് ഉണ്ടായത്, സാറ്റേണിൽ എത്തിയത്. അടുത്തത് മെസ്സഞ്ചർ മെർക്കുറി മാപ്പിങ്ങിനും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് മെസ്സഞ്ചർ മെർക്കുറി, അങ്ങനെയാണ് ഞാൻ ഓർത്തു വെച്ചിരുന്നത്. വോയേജർ 1 and 2 എക്സ്പ്ലോറിംഗ് ദ ഔട്ടർ സോളാർ സിസ്റ്റം, ശരിയായിട്ടുള്ളൊരു പേരാണ്. സോ 2 and 3 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് സാറ്റേണിലേക്കുള്ളതാണ്, വീനസിലേക്കുള്ളതല്ല ആയിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 69, കൺസിഡർ ഫോളോയിങ് പെയർ. ഒരു റീജിയൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് ആ റീജിയനിലെ ഫേമസ് ആയിട്ടുള്ള ക്രോപ്പ് ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏകദേശം ആ ഒരു ജിയോഗ്രഫിക്കൽ റീജിയനിൽ എന്താണ് വരിക എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അഗ്രികൾച്ചറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് വൺ, കിന്നോർ അരക്കനട്ട് കേട്ടാൽ അറിയാം, നമ്മുടെ ആ ഒരു സൗത്ത് റീജിയൻ, കർണാടക, കേരള, പിന്നെ ആസാമിലും ഉണ്ട് അരക്കനട്ട്. സോ ആ ഒരു റീജിയണിലൊക്കെയാണ് മോസ്റ്റ്ലി ഉള്ളത്. സോ കിന്നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലുള്ള ഒരു റീജിയൻ ആണ്, നേരെ ഇതിന്റെ അടുത്ത് പോലും അല്ല. സോ ഇത് റോങ്ലി മാച്ച്ഡ് ആണ്. കിന്നോർ ഈസ് ഫേമസ് ഫോർ ആപ്പിൾസ്, ഹിമാചൽ പ്രദേശ് റീജിയനിൽ. നെക്സ്റ്റ് വൺ, മേവത്തിൽ മാംഗോ ഇല്ല. മേവത്ത് ഹരിയാനയിലാണ് മേവത്ത് ഉള്ളത്. മാംഗോസിന് അത്ര ഫേമസ് അല്ല, അവിടെ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉള്ളത്. മാംഗോസ് ഇല്ല പക്ഷെ. ആൻഡ് അടുത്തത് കോറമണ്ടൽ റീജിയൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈസ്റ്റേൺ തമിഴ്നാടിന്റെ
ഭാഗമായിട്ടാണ് കൊറോമണ്ടൽ റീജിയൻ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിലുള്ള പോലെയൊക്കെ തന്നെയാണ്. റൈസ്, പൾസ്, ഷുഗർ കെയിൻ, പീനട്ട് ഒക്കെ ഉണ്ട്. സോയാബീൻ്റെ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ നടക്കുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആ ഒരു റീജിയനിലാണ്. സോയാബീൻ ഇതിന്റെ മിഡിൽ. സോ ഇതിൽ ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് മാച്ച് അല്ല. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ആണ്, നന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ച്? അറിയാലോ, ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രിയിൽ തന്നെ ചേഞ്ച് ഉണ്ടാകുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മേ ബി സോളിഡ് ഇതായി ലിക്വിഡായി. സോ അവിടെ അതിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നില്ല ഇൻ ഫിസിക്കൽ ചേഞ്ചിൽ. കെമിക്കൽ ചേഞ്ചിലാണെങ്കിൽ പെർമനന്റ് ആയിട്ട് ചേഞ്ച് വരുന്നുണ്ട്, അതിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. സോ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു സോഡിയം ക്ലോറൈഡ് തന്നെയാണ്, അതൊരു വേറൊരു കെമിക്കലായിട്ടൊന്നും മാറുന്നില്ല. സോ അതൊരു കെമിക്കൽ ചേഞ്ച് അല്ല, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്താണ്? ഐസ് മെൽറ്റ് ആയാലും അത് H2O തന്നെയാണ്, ഐസ് ആണെങ്കിലും അത് H2O തന്നെയാണ്. സോ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നില്ല. പക്ഷേ സോറിങ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അവിടെ ലാക്ടോസ് ഫെർമെന്റ് ചെയ്ത് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും UPSC പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിന്റെ ആ ഒരു സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് കെമിക്കൽ ചേഞ്ച്, ഏതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന്. സോ 3 ഓൺലി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദാറ്റ്സ് അബൌട്ട് ടുഡേ. താങ്ക് യു.